താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ചില പ്രത്യേക സാഹചര്യത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹം കഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പാകത്തിൽ നിയമം ഉണ്ടാകണം എന്നൊരാവശ്യം ഉന്നയിച്ചു. പക്ഷേ ഈ ആൺകുട്ടിക്ക് 21 വയസ്സായിട്ടില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാകും. അത്തരമൊരു കാര്യത്തിൽ ഒരു സംഘടനകളും യോഗം വിളിച്ചിട്ടില്ല, ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല. അത് വ്യക്തി നിയമത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ വരുന്നതാണെന്നൊരു വിമർശവും ആരും ഉന്നയിച്ചിട്ടില്ല ഇതുവരെ. 18 വയസ്സ് പെൺകുട്ടിയുടെ പക്വത പ്രായം, 21 വയസ്സ് ആൺകുട്ടിയുടെ പക്വത പ്രായം. ഇത് വിവേചനമാണ്. പെൺകുട്ടിക്ക് 18 പക്വതായി, ആൺകുട്ടിക്ക് 21 കഴിഞ്ഞാലേ പക്വതാവൂ എന്ന നിലവാരം ശരിയല്ല. ഇവിടെ ചർച്ച വന്നതും വിവാദമായതും ഇടപെടലുകൾ ഉണ്ടാകുന്നതും പെൺകുട്ടികളുടെ കാര്യത്തിലായതുകൊണ്ട് മാത്രമാണ് ഈ ചർച്ചയിൽ പെൺകുട്ടികൾ മാത്രം കടന്നു വന്നത്. ഇനി ആൺകുട്ടികളുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ ആയി നിലനിൽക്കുകയോ ഒരു പ്രശ്നമായി തോന്നുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആൺകുട്ടികളുടെ ഞങ്ങളുടെ പൊതുവായ നിലപാട് ഇതാണ്: വിവാഹത്തിൽ പ്രായം നിശ്ചയിക്കുന്നത് ശരിയല്ല. വിവാഹത്തിൽ പക്വതയും യോഗ്യതയുമാണ് മാനദണ്ഡം. ആ നിലപാടാണ്. അതായത് വിവാഹത്തിന് പ്രായം നിർണ്ണയിക്കുന്നതേ തെറ്റാണ് എന്നാണ്. അതായത് ഈ നാട്ടിൽ നിലവിലുള്ളൊരു നിയമമായത് 1929 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ശൈശവ വിവാഹം നിരോധിക്കാൻ വേണ്ടിയിട്ട് ശാരദ ആക്ട് കൊണ്ടുവന്ന്, 1950കളിൽ ഹിന്ദു കോഡ് ബില്ലിൻ്റെ ഭാഗമായിട്ട് നെഹ്റു അനവധി കാര്യങ്ങൾ കൊണ്ടുവന്ന്, 1978 ശൈശവ വിവാഹ നിയന്ത്രണ നിയമം കൊണ്ടുവന്നു, 2006 ശൈശവ വിവാഹ നിരോധന നിയമം കൊണ്ടുവന്നു. ഈ നിയമങ്ങളൊക്കെ നിലവിലിരിക്കെ ഈ നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നാണ് ഈ പറയുന്നത്. അങ്ങനെയാണോ മാഷ്? ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് പറയുന്നത്. ബോധവൽക്കരണം നടത്തുന്നു എന്ന് പറയുന്നത് 18 വയസ്സ് എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. ഒരു പെൺകുട്ടിക്ക് അവൾക്ക് പ്രായം വർദ്ധിക്കുന്ന സമയത്താണ് കൂടുതലായിക്കൊണ്ടും പക്വത എത്തുക എന്നത്. ആ രൂപത്തിൽ അവർക്ക് ബോധവൽക്കരണം നടത്തുക എന്ന് പറയുമ്പോഴും ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി അല്ലെ കല്യാണം കഴിക്കുന്നവൻ അവൾക്ക് 18 വയസ്സിൽ താഴെ എത്തുമ്പോഴും പക്വത എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം. അത് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബോധവൽക്കരണമല്ല ആവശ്യം. ചില പ്രത്യേക കേസുകളാണ് അവർക്കത് കൊടുക്കാവുന്നത്. കുടുംബനാഥന് മാത്രമല്ല, പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് അതിൽ അധികാരമുണ്ട്. ഇവിടെ ചർച്ചകൾ, ചില മീഡിയയുടെ ചർച്ചയിലൊക്കെ ഞങ്ങൾ വിവാഹം കഴിക്കരുത്, 18 വയസ്സിൽ താഴെ കൊണ്ടുവരരുത് എന്ന് പറയുന്നത് ഇവിടെ ചില ആളുകൾ ഉന്നയിക്കുന്ന അപക്വത എന്ന് പറയുന്ന പ്രായത്തിലാണ്. 16 വയസ്സുള്ള പെൺകുട്ടികളാണ് ചർച്ചയ്ക്ക് വരുന്നത്. ഇവരുടെ പക്വത തീരുമാനിക്കാൻ 18 വയസ്സാകണം എന്ന് പറയുമ്പോൾ ആ 18 വയസ്സുള്ള ആളുകളെ ചർച്ചയ്ക്ക് വെക്കുന്നതിന് പകരം 16 വയസ്സുള്ള കുട്ടികളെ വെച്ച് അവരുടെ അപക്വമായ ചർച്ചയാണ് ചില ആളുകൾ പർവ്വതീകരിക്കുന്നത്. അതല്ല ഇവിടുത്തെ വിഷയം. സ്റ്റുഡൻ്റ് അല്ല, ഇവിടുന്ന് സ്റ്റുഡൻറ്റിനെ പോലും നിയന്ത്രിക്കുന്ന അധ്യാപകരും അവരെ നിയന്ത്രിക്കുന്ന സംഘടനകളും അവരെ കാര്യക്ഷമമായി സമൂഹത്തിൽ ഇടപെടുന്ന മാതാപിതാക്കളും അവർ സമൂഹത്തിൽ അനുഭവജ്ഞാനമുള്ളവരാണ്. അവരാണ് ഈ കാര്യത്തിൽ നിർണ്ണയിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, 2012 മെയ് മാസത്തിൽ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി ഒരു വിധിയുണ്ടായി. ഋതുമതിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് മാതാപിതാക്കൾ സമ്മതിക്കുന്ന പക്ഷം വിവാഹം കഴിക്കാം. അവരെ ക്രിമിനൽ കുറ്റത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നൊരു വിധി പത്രത്തിൽ വന്നു. ആ വിഷയം ഈ വിഷയത്തെ കൂട്ടി യോജിപ്പിക്കേണ്ടതില്ല. ഞാൻ അന്നത്തെ ഡൽഹി ഹൈക്കോടതി ഞാൻ പറഞ്ഞ വിഷയത ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല പല കോടതി വിധികളും ഇതൊക്കെ എല്ലാ വിഷയങ്ങളും പഠിച്ചുകൊണ്ടാണ് വരുന്നത്. അത് പ്രത്യേക കേസാണ്. പ്രത്യേക സാഹചര്യത്തിൽ അപൂർവമായ സ്ഥിതിവിശേഷങ്ങളിൽ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കോടതി ആ വിധി പറയുന്നത്. ഇതേ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അപ്പുറമൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ അനുവദിക്കെങ്കിൽ ആ ഡൽഹി ഹൈക്കോടതി കേസ് എന്താണെന്ന് ഞാൻ പറയാം. അത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയല്ല. ആ കേസ് എന്താണെന്ന് വിചാരിച്ചാൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയാണ്. അവൾ ഒരാളെ പ്രേമിച്ചു. അയാൾ മുസ്ലിമാണ്. പക്ഷേ ആ ചെറുക്കന് ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ അവളുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇഷ്ടമായിരുന്നില്ല. ഇവർ ഒളിച്ചോടിപ്പോയപ്പോൾ എൻ്റെ മകളെ കാണാനില്ല, ഇന്ന ആൾ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കൊടുത്തു. ആര്? കുട്ടിയുടെ ഉമ്മ. അപ്പോൾ കോടതിയുടെ മുമ്പിൽ അവരെ ഹാജരാക്കിയപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ കല്യാണം കഴിച്ചാൽ. അപ്പോൾ ഉമ്മ പറഞ്ഞു 15 വയസ്സുള്ള സമയത്തുള്ള കല്യാണം ഇൻവാലിഡാണ്. നിയമത്തിൻ്റെ ശരിയാണല്ലോ. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങലും കഴിഞ്ഞു, കല്യാണം കഴിക്കലും ഒന്നിച്ച് ജീവിക്കലും കഴിഞ്ഞു. ഇനി ആ കല്യാണം വാലിഡാണ് എന്ന് വെക്കാനേ പറ്റുള്ളൂ. അത് വാലിഡാണ്, കാരണം ഇവർ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഇവർക്ക് ഈ പ്രായത്തിൻ്റെ പരിധിയിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ഹൈക്കോടതി പറഞ്ഞു. അതായത് എന്നിട്ട് അത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതെടുത്തിട്ട് പറഞ്ഞു, ഈ ആദ്യം പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. ഏതിനോട്?
മുസ്ലിം പെൺകുട്ടിക്ക് പ്രായപരിധിയിലെന്ന്. പക്ഷേ ബാപ്പയുടെ ഉമ്മയുടെ അനുവാദം കൂടാതെ കല്യാണം കഴിക്കുന്നത് വാലിഡാന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രശ്നം അതിപ്പോഴും തീർന്നിട്ടില്ല, അതവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു പർട്ടിക്കുലർ കേസാണ്. അല്ല ഡൽഹി ഹൈക്കോടതി 15 വയസ്സിൽ കല്യാണം കഴിക്കാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ലോക്സഭ പാസ്സാക്കിയ നിയമങ്ങളാണ് 78-ലെ ശൈശവ വിവാഹ നിയന്ത്രണ നിയമവും 2006-ലെ ശൈശവ വിവാഹ നിരോധന നിയമവും. ഈ 2 നിയമവും നിലവിലിരിക്കെ ഭരണഘടനയോട് കൂറ് കാണിച്ചുകൊള്ളാം എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത മന്ത്രിമാരാണ് ലീഗിൻ്റെ മന്ത്രിമാർ. ആ നിയമം ഇരിക്കെ നിയമസഭയിലോ ലോക്സഭയിലോ ഒരു ചർച്ചയ്ക്ക് വെക്കാതെ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി കൊണ്ടൊരു സർക്കുലർ ഇറക്കിക്കുക? ആ സർക്കുലറിൻ്റെ പിറകിൽ തന്നെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നിയമസഭ എന്നൊരു സാധനമുണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടെങ്കിൽ അത് നിയമസഭയുടെ മുമ്പിൽ വരണം. ലോക്സഭ പാസ്സാക്കിയ ഒരു നിയമം ലംഘിക്കാൻ വേണ്ടി ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. നിയമവിരുദ്ധമായി ചെയ്തൊരു കാര്യത്തിന് പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി നിയമവിധേയത്വം കൊടുക്കാനാണ് ആ സർക്കുലർ. ആ സർക്കുലർ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വ്യക്തമായി ഈ അറബിക്കല്യാണം കഴിഞ്ഞപ്പോൾ അതെന്താ അതൊക്കെ പ്രായം മാറ്റിയതല്ലേ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഭരണഘടനയോടും നിയമസഭയോടും ലോക്സഭയോടും ജനങ്ങളോടും ഇവിടുത്തെ നിയമവാഴ്ചയോടും ബഹുമാനമുണ്ടെങ്കിൽ നിയമം മാറ്റാം, ഒരു തരക്കേടുമില്ല. അതായത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുകയില്ല എന്നല്ല പി കെ കുഞ്ഞാലിക്കുട്ടി പറയേണ്ടത്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കും, എൻ്റെ അഭിപ്രായം എന്നതാണ് എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ ഈ നിയമത്തിൽ നമ്മൾ ഇത്ര നിയമം മാറ്റിയേ. ഇപ്പോൾ 18 വയസ്സ് എന്നുള്ള നിയമം ഞാനത്രേ പറഞ്ഞുള്ളൂ. 18 വയസ്സ് എന്നുള്ള ജനാധിപത്യത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് മാറ്റാം, നിയമം മാറ്റാം. നിയമത്തിലോ നിയമങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് 16 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ലൈംഗിക വീഴ്ചയ്ക്ക് അനുവാദം കൊടുക്കാം എന്ന് ഇന്ത്യയിൽ നിയമമുണ്ടായിരുന്നു. ആ നിയമത്തിനെതിരായിട്ട് പല സമരം നടത്തിയ ഒരാളാണ് ഞാൻ. ആ നിയമം ഇപ്പോൾ മാറ്റി, അത് 18 വയസ്സാക്കി. 18 വയസ്സാക്കി എന്നറിയാതെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര തമാശയാണ്. അതായത് ഒരു സ്ഥലത്ത് ഞാനത് ഒരു ഇത് കൊടുത്തു. അതായത് 16 വയസ്സ് എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയാലും ലോക്സഭ പാസ്സാക്കിയാലും തെറ്റാണ്. 18 വയസ്സ് വിവാഹപ്രായം വെച്ചൊരു നാട്ടിൽ 16 വയസ്സിൽ ലൈംഗിക വീഴ്ചയ്ക്ക് അനുവാദം കൊടുക്കുക എന്ന് പറയുന്നത് അസംബന്ധമാണ്, തോന്നിവാസമാണ്. തോന്നിവാസമെന്ന് പറഞ്ഞ് ഇവിടെ പാനിക്കുളങ്ങര കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുത്താണ്. അവസാനം കഴിഞ്ഞാൽ ഡൽഹി ഗാങ് റേപ്പ് വരെ കാത്തുക്കേണ്ടി വന്നു. ഈ ലോക്സഭയ്ക്ക് തലയുണ്ടായില്ല. ലോക്സഭ എന്ന് പറയുന്നത് മാറ്റാൻ പറ്റാത്ത ഖുർആനൊന്നുമല്ല. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയ നിയമം തെറ്റാണെങ്കിൽ നിങ്ങൾ നിയമസഭയോട് പറയൂ, ജനങ്ങളോട് പറയൂ. ഒളിച്ചു കളി പാടില്ല, ഒളിച്ചു കടത്തരുത്. അപ്പോൾ കേരള നിയമസഭയിൽ വരട്ടെ. 78-ലെ നിയമം കേരളത്തിന് ബാധകമല്ല. ഇവിടെ നിയമവകുപ്പുണ്ടല്ലോ, നിയമമന്ത്രി ഉണ്ടല്ലോ, നമുക്ക് മാറ്റാം. ഞാൻ പറയുന്നത് ഈ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായമല്ല, പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമുള്ളതല്ല. ശൈശവ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രണയ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നായർക്കും നമ്പൂരിക്കും ഒരുപോലെ ബാധകമാണ്. പ്രയാസങ്ങൾ എല്ലാ രക്ഷകർത്താക്കൾക്കും ഒരുപോലെ ബാധകമാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന കൂട്ടരാണ്. ഒന്നിച്ച് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കും, ഒന്നിച്ച് നമ്മൾ നിയമം ഉണ്ടാക്കും, ഒന്നിച്ച് നമ്മൾ നിയമം അനുസരിക്കും. ഒരു കൂട്ടരായിട്ട് ഞങ്ങൾക്ക് നിയമം ബാധകമല്ല എന്ന് പറയരുത്. പറയാൻ പാടില്ലാത്ത എന്തുകൊണ്ടാണ്? നീതിന്യായത്തിൻ്റെ മുമ്പിൽ, നിയമവ്യവസ്ഥയുടെ മുമ്പിൽ നമുക്ക് തുല്യമായ അവസരങ്ങളും സൗകര്യങ്ങളും കിട്ടണം എന്ന് പറയുമ്പോൾ നിയമം അനുസരിക്കാനും ബാധ്യതയുണ്ട്. അല്ലാതെ നിയമത്തിന് ഓട്ട കണ്ടുപിടിച്ചിട്ട് മതവികാരം ഉണ്ടാക്കേണ്ട കാര്യത്തില്ല. യെസ്, അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ പറഞ്ഞത് 18 വയസ്സ് ആകുന്നതിൻ്റെ മുന്നേ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി സ്വമേധയാ അവർ ഇരുവരും സമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക വീഴ്ച അത് ബലാത്സംഗമല്ല, സ്ത്രീ പീഡനമല്ല എന്ന നിലപാടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിപ്പോഴാണ് മാറിയത്. ഞാൻ ചോദിക്കട്ടെ, അതിപ്പോൾ മാറുന്നത് 2013 ഡൽഹിയിലെ സ്ത്രീ പീഡനവുമായി, പെൺകുട്ടിയുടെ പീഡനവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുവരെ ഈ നിയമം നിലനിൽക്കുകയാണ്. അപരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും നാളുകളോളം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതിന്റെ മുന്നേ ആ നിയമം എടുത്തു കളയാൻ സാധിച്ചില്ല? ഞാൻ പറയട്ടെ ഇവിടെ നിയമമാണ് എന്ന് ഇപ്പൊ പറയുന്നല്ല, നമ്മൾ നേരത്തെ പറയുന്നു. മാഷേ, നിങ്ങൾ പൊരുതി എന്ന് പറയുന്നത് വിജയത്തിലെത്താതെ പോയി എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും എന്തെല്ലാം അന്യായം നടക്കുന്ന നാട്ടിൽ ഇവിടുത്തെ നീതിന്യായ നിങ്ങൾ സംസാരിച്ച പൂർണ്ണമായി ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് ഇതിന് വളരെ വ്യക്തത വരാൻ വേണ്ടിയാ. ഇവിടെ നിങ്ങൾ പറഞ്ഞു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു പൊതുവായ നിയമം വേണമെന്നുണ്ടെങ്കിൽ ഇതേ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ എല്ലാവരും കൂടി ഇന്നുകൂടി തീരുമാനിക്കട്ടെ.
ഇതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഓരോ മതങ്ങൾക്കും അതത് മതങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള ഇഷ്ടാസ്വാതന്ത്ര്യം നൽകപ്പെടുകയും ഹിന്ദു പീനൽ കോഡ്, മുസ്ലിം പീനൽ കോഡ് എന്ന വകുപ്പുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവരവർക്ക് പറയട്ടെ അവരവർക്ക് അല്ല ശരീഅത്ത് സിവിൽ കോഡ് വിവാഹമോചനം ഞാൻ പറയട്ടെ ഹിന്ദു സിവിൽ ലോ മുസ്ലിം സമുദായത്തിന് വിവാഹമോചനം, സ്വത്തവകാശം എന്നീ തുടങ്ങിയ വിഷയങ്ങളിൽ അവരുടെ മതം പറയുന്നതനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കാം എന്ന് അവർക്ക് സമ്മതം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മതങ്ങൾക്കും അതത് മതങ്ങൾ അനുസരിച്ച് കൊണ്ട് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകൾക്കൊരു വിഷയം വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയാനേ നിർവാഹമുള്ളൂ. അല്ലാതെ നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു രാജ്യത്ത് എല്ലാം കൂടി ഒന്നിച്ചു വന്ന് ഒരു പൊതുവായ സിവിൽ കോഡ് വേണം എന്ന വാദം മുസ്ലിം സംഘടന ഒരിക്കലും ഉന്നയിക്കില്ല. കാണികൾക്കൊരു അബദ്ധ ധാരണ വരരുത്. അതായത് ഇന്ത്യയിൽ നിലവിലുള്ള സാധനം എന്താണെന്ന് വിചാരിച്ചാൽ 2 സംഗതികളുണ്ട്. സിവിൽ നിയമവും ക്രിമിനൽ നിയമമുണ്ട്. ക്രിമിനൽ നിയമങ്ങളുടെ മുമ്പിൽ ഇന്ത്യയിൽ എല്ലാ മതവിശ്വാസികളും തുല്യരാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സിവിൽ കാര്യങ്ങളല്ലാതെ ക്രിമിനൽ കാര്യങ്ങൾ വരും. ഇപ്പോൾ 1978 നിയമം എന്ന് പറയുന്നത് സിവിൽ നിയമമല്ല, അത് ക്രിമിനൽ നിയമം. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഹിന്ദുവിനെ സംബന്ധിച്ച് ക്രിമിനലായ ഒരു ആക്റ്റാണ്. 5000 ഉറുപ്പ്യ പിഴയോ 6 മാസം തടവോ 2 കൂടിയോ കിട്ടാവുന്ന, ഏറ്റവും ചുരുങ്ങിയത് കിട്ടാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 2 നിയമമുണ്ട്. സിവിൽ കോഡുണ്ട്, ക്രിമിനൽ കോഡുണ്ട്. സിവിൽ കോഡ് ഒരു രാജ്യത്തായാലും ഏത് രാജ്യത്തായാലും അവൻ്റെ മതം പറയുന്ന ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മദ്ഹബി വീക്ഷണ പ്രകാരം മുസ്ലിം സമുദായത്തിൻ്റെ ലോകത്തെവിടെയും ആ വീക്ഷണ പ്രകാരമേ ജീവിക്കാൻ പാടുള്ളൂ. എന്നാൽ ക്രിമിനൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ നിയമം ഏതാണോ പറയുന്നത്, കട്ടവൻ്റെ കൈവെട്ടണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, അത് ക്രിമിനൽ കോഡാണ്. അത് ഇസ്ലാമിക ഭരണത്തിൽ മാത്രമേ അത് വിശ്വസിക്കാവൂ, അത് അനുഷ്ഠിക്കാവൂ. മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സിവിൽ കോഡ് അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള ഒരാവശ്യത്തിന് വേണ്ടി നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർമ്മിക്കുകയാണെങ്കിൽ അതങ്ങനെ, കോടതി തീരുമാനമെടുത്ത് തരികയാണെങ്കിൽ അങ്ങനെ. ഈ സംവാദം ഇവിടെ അവസാനിക്കില്ല. വീണ്ടും ഹോട്ട് ടോക്കിൽ പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച കാണാം.